കോഴിക്കോട് പറയഞ്ചേരിയിലൂടെ പോകുന്ന റോഡിന് സൈഡിൽ വലിയ ക്യൂ എപ്പോഴും കാണാം. നല്ല ഫ്രഷ് മീൻ കുറഞ്ഞ വിലയിൽ വാങ്ങാനുള്ള നിരയാണ് അവിടെ കാണുന്നത്. ഉച്ചയ്ക്ക് 2:30 മുതൽ ആളുകൾ മീൻ വാങ്ങാൻ എത്തി തുടങ്ങും. കോഴിക്കോട് പറയഞ്ചേരിക്ക് സമീപം റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വലതുഭാഗത്ത് ഇതുപോലൊരു നീണ്ട വരി കാണാം. ഒരു ക്യൂ ആണിത്. ഇത് എന്തിനാന്നുള്ളത് ആദ്യം നോക്കിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ കണ്ടൊന്നും വരില്ല. എന്താണ് സംഭവം? എന്തിനാണ് ഇതുപോലെ നിങ്ങളിവിടെ ക്യൂ നിൽക്കുന്നത്? നല്ല മീനാണ്. മീൻ വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആണ്. അതെ, ഇത്ര ക്യൂ. നല്ല മീനുമാണ്. കുറച്ച് വില കുറവും ഉണ്ടാവും. വൈകിട്ട് ഒരു 3 മണിയോട് കൂടിയാണ് ഇവിടെ മീൻ വരുന്നത്. നല്ല ഫ്രഷ് മീനായിരിക്കും വരുന്നത്. പണ്ട് മുതലേ ഇവിടെ വന്ന് മീൻ വാങ്ങുന്ന ആൾക്കാരാണോ? ആണോ? ഫ്രഷ് മീനാണോ? വിലയും കുറവാ, അടിപൊളി ടേസ്റ്റുവാ. അപ്പൊ എങ്ങനെ ചെറിയ വിലക്കാണോ ഇവിടെ മീൻ കിട്ടുന്നത്? പുറത്തുനിന്നേക്കാട്ടിലും വില കുറവാ ഇവിടുന്ന്. അതുകൊണ്ട് എത്ര ലൈന ഒന്ന് വാങ്ങുന്നത്. മണിക്ക് തുടങ്ങുന്ന ക്യൂ ഇപ്പോഴും ഞൊടിയിടയിൽ ഇങ്ങനെ കച്ചവടം നടക്കണം. അതിവേഗത്തിലാണ് കച്ചവടം നടക്കുന്നത് അല്ലേ? ഇയാളെ മാതിരി ഇത്രയും സ്പീഡിൽ ചെയ്യാവുന്ന ഒരാളില്ല. വേറെ എവിടെയും പോകാറില്ല. ഇല്ല, ഇവിടെ തന്നെ ഒന്ന്. അപ്പൊ ഇദ്ദേഹമാണ് ഇവിടത്തെ ഇതിന്റെ മുതലാളി എന്ന് പറയുന്നത്. ചേട്ടാ, കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം കുഴപ്പമില്ല. ഉഷാറാണോ? പേര് സുശീൽ കുമാർ. വീട് എവിടെയാ? വെള്ളയിൽ. അപ്പൊ കൊറേ കാലമായിട്ട് ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോഴേ വർഷങ്ങളായി ഇവിടുന്ന് മീൻ വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെ ആളുകൾക്ക് നമ്മൾ കണ്ടറിഞ്ഞ് കൊടുക്കും. സാധനം നന്നാവും, വില കുറവ്, ആളെ ബുദ്ധിമുട്ടിക്കില്ല. കുറെ നേരമായോ മീൻ വാങ്ങിട്ടേ പോവുള്ളൂ? നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ സ്ഥിരക്കാരാണ്? 90% സ്ഥിരക്കാരാണ്. വീട്ടിലെ ഭാര്യയൊക്കെ പറയാം നല്ല സ്വാദം ഇവിടുത്തെ മീനെന്ന് പറയാറുണ്ട്. മാർക്കറ്റില് 30 രൂപയാണെങ്കിൽ ഇവിടെ 10 രൂപ കിട്ടും. 10 രൂപയ്ക്ക് മീൻ കിട്ടും. അങ്ങനെ ജസ്റ്റ് പറയാം, ആ ഡിഫറൻസ് ഉണ്ടെന്ന് പറയാം. അവിടെ നോക്കുന്ന ആളുകളെല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കാറാണ് പതിവ്. സുശീൽ കുമാർ ചേട്ടനും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഗണേഷും കൂടിയാണ് ഇവിടെ ഇത്തരത്തിൽ മീൻ വിൽപ്പന നടത്തുന്നത്. ഒരുപാട് അകലെ നിന്ന് പോലും ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നും മീൻ വാങ്ങിക്കാനായി ഇങ്ങോട്ട് എത്തുന്നുമുണ്ട്. അപ്പൊ എവിടെ നിന്നായിട്ട് മീൻ എടുക്കുന്നത്? വെള്ളയിൽ. എത്ര വെറൈറ്റി മീൻസ് ഒക്കെ കൊണ്ടുവരും? മത്തി, അയില, ചെമ്മീൻ, പരന്നമത്തി. എല്ലാരും പറയുന്നതേ ചേട്ടൻ വില കുറച്ചാ കൊടുക്കുന്നേന്നാ. അപ്പൊ ഇതെങ്ങനെയാ മുതലാവുന്നേ? അത് മതി, നമുക്ക് ഒരു 1000 പൈസ. ലാഭത്തിനല്ല, സേവനം. നമ്മളെ സേവനാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. ലാഭം കുറവ്, കച്ചവടം കൂടുതൽ. ഇതിപ്പോ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് മീൻ വാങ്ങാൻ വരുന്ന ആൾക്കാരാണ്. ഞാൻ ചെറുപ്പത്തില് 10-35-40 കൊല്ലായി. ആദ്യം കൊണ്ടുകൂടിയാ കച്ചവടം. ഇപ്പം കണ്ട് കാര്യം അവിടെ സൗകര്യം കുറവാകുന്നു. ഒരു 2 മണിക്കൂർ കൊണ്ട് കച്ചവടം കഴിഞ്ഞ് എല്ലാം പൂട്ടി 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് കഴിയും. നല്ല ഫ്രഷ് മീൻ ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. അത് നല്ലത് ഇല്ലെങ്കിൽ ആളുകളോട് പറയും മീൻ വലിയ ഗുണമില്ലാന്ന് പറയും. ഫ്രഷ് മീൻ കണ്ടിട്ടും കൂടിയാണ് ആൾക്കാർ ഇതുപോലെ ഇങ്ങോട്ട് വരുന്നത്. അത് നല്ലതല്ലെങ്കിൽ ഞാൻ പറയൂ, അപ്പൊ ആൾക്ക് അറിയാം. അപ്പൊ ഗണേഷ് ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? വലിയ തിരക്കിലാണല്ലേ? വലിയ തിരക്കിലാണ് ഇവരിവിടെ കച്ചവടം നടക്കുന്നത്. കച്ചവടം നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. വൈകിട്ട് 3 മണി മുതൽ ഒരു 5 മണിയോളം വരെയാണ് ഇവിടെ ഏതായാലും ഈ ഒരു വിൽപ്പന ഉണ്ടാവുക. അപ്പം അതിൻ്റെ ഒരു തിരക്കിൽ കൂടിയാണ് ഇവരൊക്കെ ഉള്ളത്. വെളുവിനോടൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.